കൂട്ടുകാർക്ക് സ്വാഗതം. ഇപ്പോൾ ഈ നവംബർ മാസത്തിലാണല്ലോ ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി പോലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് നടാൻ പറ്റിയ സമയം. നവംബർ മാസത്തിൽ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാബേജ്, കോളിഫ്ലവറൊക്കെ ഒരു ജനുവരി, ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ചെറിയൊരു അടുക്കളത്തോട്ടം എന്ന നിലയിൽ ഞാൻ കുറച്ച് ക്യാബേജിൻ്റെ തൈകളൊക്കെ നട്ടിട്ടുണ്ട്. അത് നട്ടതെങ്ങനെ, അതിൻ്റെ വളപ്രയോഗം എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വലിയ കൃഷിയൊന്നുമല്ല, ഉള്ള സ്ഥലത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെയാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാബേജിൻ്റെ പരിചരണമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. നമ്മൾ ഈ ക്യാബേജിൻ്റെ തൈകളൊക്കെ നട്ടിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്. അപ്പോൾ തീരെ ചെറിയ തൈകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിന് അടിവളമായിട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് മിക്സ് ചെയ്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ചീമക്കൊന്നയുടെ ഇല നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഏറ്റവും അടിയിലായിട്ട്. അപ്പോൾ കുറച്ച് മണ്ണിട്ടാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് മണ്ണിട്ടേച്ച് ഏറ്റവും മുകളിലായിട്ട് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിന് നീളം വയ്ക്കും. തണ്ടിന് നീളം വയ്ക്കുന്നതനുസരിച്ച് കായ ഉണ്ടാകുമ്പോഴത്തേക്കും അത് മറിഞ്ഞു പോകാനിടയാകും. അപ്പോൾ നമ്മളിത് തണ്ടിന് നീളം വയ്ക്കുന്നതനുസരിച്ച് മണ്ണ് കൂട്ടിയിട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ തൈ നട്ട് കഴിയുമ്പോൾ ഇതിന് സ്യൂഡോമോണസ് ലായനി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൽ 10 ഗ്രാം എന്ന അളവിൽ സ്യൂഡോമോണസ് ലയിപ്പിച്ചതിൻ്റെ തെളിയാണ് ചുവട്ടിക്കൂടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഓരോ 15 ദിവസം കൂടുമ്പോഴും സ്യൂഡോമോണസ് ലായനി തളിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ ഇതിന് വളമിടാറായിട്ടുണ്ട്, ഒരല്പം മണ്ണും കൂടി ഇടാറായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ പച്ചക്കറി നടാനായിട്ടും ചെടി നടാനായിട്ടും ഒക്കെ ആയിട്ട് കുറച്ച് മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. നമുക്ക് എപ്പോഴും ഇങ്ങനെ മണ്ണൊക്കെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത് മണ്ണിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ, തക്കാളി ഇതെല്ലാം നമ്മുടെ അടുക്കളത്തോട്ടത്തിലും ഉണ്ടാകുമെന്ന് എത്രയോ മുൻപേ തന്നെ തെളിയിക്കപ്പെട്ടതാണല്ലേ. അപ്പോൾ കുറച്ചൊന്ന് പരിചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ക്യാബേജ് 100 മേനി വിളവെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ക്യാബേജിനൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് നമ്മൾ എപ്പോഴും തന്നെ ചെയ്യുന്ന ഒരു ജൈവ സ്ലറിയാണ് കേട്ടോ. നമ്മുടെ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, പിന്നെ പച്ചച്ചാണകം കൂടെ ചേർത്തിട്ട് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് ഒരു 7 ദിവസം പുളിപ്പിക്കാനായിട്ട് വയ്ക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ തെളി ഊറ്റിയെടുത്തിട്ട് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് ഈ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം പെട്ടെന്ന് പൂവിടാനും നല്ല കായ്ഫലം ഉണ്ടാകാനും ഒക്കെ ആയിട്ട് ഈ വളം ഒത്തിരി പ്രയോജനം തരുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഈ രൂപത്തിലുള്ള വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണണേ. വീഡിയോ പ്രയോജനമാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വളപ്രയോഗമാണ് നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ അടുക്കള വേസ്റ്റിലെ അടുക്കള മാലിന്യങ്ങളെല്ലാം നമുക്ക് വളമായിട്ട് ഉണ്ടാക്കി ചെടികൾക്ക് നൽകാനായിട്ട് സാധിക്കും. ഇത് കരരൂപത്തിലും ദ്രാവക രൂപത്തിലും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ് ദ്രാവക രൂപത്തിലുള്ള വളം. ഇത് നമുക്ക് എന്നും മിച്ചം വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് മുട്ടത്തോട്, തേയിലമുട്ട ഇതെല്ലാം നമ്മളൊരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് അപ്പോൾ നമ്മൾ അതാത് ദിവസം കിട്ടുന്ന കഞ്ഞിവെള്ളവും അപ്പോൾ അതാത് ദിവസം കിട്ടുന്ന അടുക്കള മാലിന്യം കൂടെ ഇട്ട് ഒരു 7 ദിവസത്തിന് ശേഷം അതിൻ്റെ തെളി ഊറ്റിയെടുത്തിട്ട് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് ചെടികൾക്കെല്ലാം നൽകാവുന്നതാണ്. ഇനി നമുക്കിത് കരരൂപത്തിലാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മുടെ കമ്പോസ്റ്റ് ബിന്നിലേക്ക് അടുക്കള മാലിന്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കതിലേക്ക് ഒരല്പം ഇന്നോക്കുലം വിതറി കൊടുക്കേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ പെട്ടെന്ന് അത് കമ്പോസ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്പം തൈരോ ശർക്കരയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.